പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ മാതാപിതാക്കളെ, +1 അപ്ലൈ ചെയ്യുന്ന ഏകജാലകമാണെന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും അടുത്തുള്ളതും ഏറ്റവും ഇഷ്ടമുള്ളതുമായ സ്കൂൾ ആദ്യം ഓപ്ഷൻ കൊടുക്കുക, താമസിയാതെ തന്നെ കൊടുക്കുക, മാക്സിമം ആളുകൾ പഠിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, BSc നഴ്സിങ്ങിന് ഏകജാലകമാണ്, ഏത് കോളേജിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത്, ഇത് ജാതിസവും മതമൊന്നും പറയല്ല, അവരവരുടെ അതായത് കാസ്റ്റിലുള്ള കോളേജുകൾ ആദ്യം കണ്ടുപിടിക്കണം ഗൂഗിളിൽ. അവർക്ക് ഇപ്പോൾ നായരാണെങ്കിൽ നായർക്ക് പ്രിഫറൻസ് ഉണ്ട് അവിടെ. ആ പ്രിഫറൻസ് പോലും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ക്രിസ്ത്യാനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ആ പ്രിഫറൻസ് വെച്ച് നിങ്ങൾ മാക്സിമം കണ്ടുപിടിച്ച് അങ്ങനെ കയറാനായിട്ട് പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ DMLT ആണെങ്കിലും RMLT ആണെങ്കിലും അല്ലെങ്കിൽ ലബോറട്ടറിയിൽ അങ്ങനെയുള്ള പല വിഭാഗങ്ങളുണ്ട്, ജനറൽ നഴ്സിംഗ് ഉണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടുന്നത് ഓൺലൈനിലൂടെയാണ്. അധികം താമസിയാതെ ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്യുക. ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മാറി ഇരുന്നാൽ നമ്മുടെ അടുത്താരും ഒന്നും കൊണ്ടുതരത്തില്ല. നേരെ മറിച്ച് നമ്മൾ വിദ്യാഭ്യാസത്തെ അന്വേഷിച്ച് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ +1 +2 കഴിഞ്ഞിട്ടുള്ള കുട്ടിക്ക് വേണമെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് അഡ്വക്കേറ്റായി മാറാൻ സാധിക്കും. അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പം B.Ed പഠിക്കാനുള്ള അത് നമ്മുടെ കോളേജുകളിൽ എത്തുകയാണെങ്കിൽ അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ B.Edന് പോകാം, നിങ്ങൾക്ക് വേറെ പല തലങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഡോക്ടറാകാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ, ഏതാണോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്ന കാര്യം അതിനെ വളരെ ആഴമായിട്ട് എല്ലാ ബുക്കുകളും കറണ്ട് അഫയേഴ്സും റെഫർ ചെയ്ത് പഠിക്കുക. നല്ല ദിവസം ജോൺസൺ കരൂർ.